ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് റിമീജിയൂസ് ഇൻസലാനിയിൽ. മതം മാറ്റം എന്ന പേരിൽ നിയമം കൊണ്ടുവന്ന് തകർക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകണോ എന്നാണ് ബിഷപ്പിന്റെ ചോദ്യം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മതപീഡനത്തിൽ 100 ഇരട്ടി വർധന ഉണ്ടായെന്നും ആരോപണം. കഴിഞ്ഞ 10 വർഷങ്ങളിലുള്ളിൽ 100 ഇരട്ടി വർധനവാണ് ക്രൈസ്തവർക്കെതിരെ ഈ അവസരത്തിൽ വിവിധ മേഖലകളിൽ മതപീഡനം ഉണ്ടായിട്ടുള്ളത്. 2015 100-ൽ താഴെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെ ഉണ്ടായിരുന്നു. 2025 ആകുമ്പോഴേക്കും അത് 1000-ന് മുകളിലെത്തി. ഒരു വർഷം 2024 1000-ലധികം സംഭവങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത്. എന്തിന്? അത് മതം മാറ്റിയത് കൊണ്ടുവന്നല്ല. സാധാരണ ഞങ്ങളുടെ സ്കൂളുകളിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെ ചിഹ്നം ഉപയോഗിക്കരുത്, ക്രിസ്തു എന്ന് പറഞ്ഞുകൂടാ എന്നെല്ലാം പറഞ്ഞിട്ട്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി യൂറോപ്പിലേക്ക് പോട്ടെ, അതാണോ മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്? മാത്രമല്ല, വനം മന്ത്രിക്കെതിരെയും താമരശ്ശേരി രൂപതാ ബിഷപ്പ് രൂക്ഷ വിമർശനം ഉയർത്തി. വനം മന്ത്രിക്ക് ചെവി കേൾക്കില്ലെന്ന് മാർ റിമീജിയൂസ് ഇൻസലാനിയിൽ ഇന്ന് പറഞ്ഞു. ജീവിക്കാനുള്ള അവകാശം വനം വകുപ്പ് ഇല്ലാതാക്കുന്നുവെന്നും വനം മന്ത്രിയുടെ അടുത്ത് ഇനി പോയിട്ട് കാര്യമില്ലെന്നും ബിഷപ്പ്. പ്രിയപ്പെട്ട സബിനച്ചൻ ഇവിടെ സൂചിപ്പിച്ചു, വനം മന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചുവെന്ന്. സബിനച്ചൻ അറിഞ്ഞുകൂടായിട്ടാണ് വനം മന്ത്രിക്ക് ചെവി കേട്ടുകൂടാ. അതുകൊണ്ട് ഇനി വനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. നിരവധി തവണ ഞങ്ങൾ വനമന്ത്രിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞെങ്കിലും വനമന്ത്രി ഉത്തരം പറയട്ടെ. എന്തുകൊണ്ട് സഹോദരനായ സാധാരണ കൂലിപ്പണിക്കാരനായ അലി ഗഫൂർ കൊല്ലപ്പെട്ടു കടുവയുടെ ആക്രമണത്തിൽ? അതിന് കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഒരു കടുവയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് അപകടമുണ്ടാകുമെന്ന് കരുതിയപ്പോൾ വെടിവെച്ചു കൊല്ലാൻ ഒരു നിമിഷം കൊണ്ട് ഓർഡർ ഇടാൻ സാധിക്കുന്ന ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ആ പുലിയെ പിടിക്കുന്നതിന് വേണ്ടി മാസങ്ങളാണ് അടയിരിക്കേണ്ടി വന്നത്, മാസങ്ങളാണ് കാത്തിരിക്കേണ്ടി വന്നത്. എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ഇവിടെയാണ് കർഷകർ നേരിടുന്ന വിവേചനം. ഈ വിവേചനത്തിനെതിരെയാണ് ഞങ്ങൾക്ക് സമരം ചെയ്യുവാനുള്ളത്. ഇനി കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു ഉണ്ട്. ബെൻസൻ, 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ള പ്രതികരണമാണ് കേട്ടത്. ഒന്ന്, ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു. ഈ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ അതിനെ വലിയ രീതിയിൽ ക്രൈസ്തവർക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതിൽ എല്ലാം ഉണ്ട്. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്തുള്ള വന്യജീവി ആക്രമണങ്ങളാണ്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി പൊലിഞ്ഞത്. എത്രയധികം ജീവനുകളാണ് വനമേഖലയിൽ കഴിയുന്നവരൊക്കെ അനുഭവിക്കുന്നത്. അത്രയധികം പ്രശ്നങ്ങളാണ്. ഇതൊന്നും വനമന്ത്രി കേൾക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. അദ്ദേഹം ഇന്നത്തെ പ്രതിഷേധത്തിലും അത് വ്യക്തമായി പറഞ്ഞു വെക്കുകയും കൂടി ചെയ്യുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം വലിയ ആകുലതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത് തന്നെ. അതായത് ഇക്കഴിഞ്ഞ കാലയളവിലല്ലെന്ന് അദ്ദേഹം ഒരു കണക്ക് പറയുകയുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ ക്രൈസ്തവ മേഖലയിൽ ആത്മായ പ്രവർത്തനം നടത്തുന്ന വൈദികരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ മറ്റാളുകളുണ്ട്, അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിൽ അത് 100 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇനി അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം തങ്ങൾക്കും രാജ്യത്ത് ജീവിക്കാൻ അനുവാദമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ ഹിന്ദു മതവിശ്വാസികൾ വലിയ പീഡനം നേരിട്ടിരുന്ന സമയത്ത് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാന രീതിയിൽ തങ്ങൾ ഇവിടെ നിന്നും യൂറോപ്പിലേക്ക് പോയാൽ മാത്രമേ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം മുൻപോട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കന്യാസ്ത്രീകളും അതോടൊപ്പം തന്നെ മതപ്രവർത്തനം നടത്തുന്ന ആളുകളും അല്ലെങ്കിൽ
അൽമായ പ്രവർത്തനം നടത്തുന്ന ആളുകളും വലിയ രീതിയിൽ ആക്രമണം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊരു ഇടപെടൽ ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നക്സലേറ്റുകൾക്കെതിരെ കേന്ദ്രം ഏത് രീതിയിലായിരുന്നു പ്രവർത്തിച്ചത്, സമാന രീതിയിൽ തന്നെ ഈ ക്രൈസ്തവ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ മത നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം സമാന രീതിയിലായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലയളവിലെല്ലാം തന്നെ ക്രൈസ്തവർ നേരിട്ട് ഈ പ്രശ്നങ്ങളെ പല രൂപത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടും അതിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അത് വരും കാലങ്ങളിൽ മാറുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമാണ്. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ വനം മന്ത്രിക്കും വനം വകുപ്പിനുമെതിരെ ഈ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ പല കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. അത് വീണ്ടും ഒരു പടി കൂടി കടന്ന് ഉന്നയിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം ഈ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ വന്യമൃഗ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ശരി ബെൻസൺ, ഇക്കാര്യത്തിൽ വനം മന്ത്രിയോട് വനം വകുപ്പിനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ടാണ് താമരശ്ശേരി ബിഷപ്പ് വാക്കുകൾ അവസാനിപ്പിച്ചത്.